ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഖില ലേഖ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണിത്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നൊക്കെ ആലോചിച്ച് കുറേ നൊക്കളച്ചിക്ക് വരുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിൽ. പഠിക്കുമ്പോഴും ഒക്കെ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഇതിലൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പം നമുക്കിവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വഴികൾ. പിന്നെ വയനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അയൽ നാട്ടുകാർക്കുള്ളൊരു ഡൗട്ടാണ്, ഇവിടെ ഭയങ്കര കാടാണോ, വള്ളി തൂങ്ങിയിട്ടാണോ പോകുന്നതെന്നൊക്കെ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാട്ടോ. ഇവിടെ നമ്മൾ വള്ളിയിൽ തൂങ്ങിയിട്ടൊന്നുമല്ല പോകുന്നത്. നമുക്കിവിടെ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകൾ. നല്ല രസമാണ് കേട്ടോ. വരാത്തവർ വരണം. ഇതിപ്പോൾ മാത്യു ചേട്ടൻ്റെ പശുവിനെയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് കടയിലെത്തി. അതിനുശേഷം ഒരു ചായയൊക്കെ മേടിച്ചു വിട്ടു. ഇവിടെ കുറേ കടികളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടം പത്തിരിയാണ്, ഇവിടുത്തെ പത്തൽ. അപ്പം അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇതാണ് എൻ്റെ മാനന്തവാടിയുടെ ഒരു ചെറിയ ഭാഗം. അപ്പോൾ വലിയ ഭാഗമൊക്കെ പിന്നീട് കാണിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരാളെ കാണിച്ചു തന്നില്ലേ, ആ ആളാണ് പോളേട്ടൻ. എൻ്റെ ചെറുപ്പം തൊട്ട് കത്തുകളൊക്കെ കൊണ്ടു തരുന്ന ആളാണ്. അപ്പം പാസ്പോർട്ടൊക്കെ കിട്ടി. വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി എടുത്തു നോക്കി. അങ്ങനെ സന്തോഷവതിയായിട്ടിരുന്നു. പിന്നെ കുറച്ചു നേരം പറമ്പല്ല, ഇത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ സ്ഥലമാണ്. അവിടെ കുറച്ചു നേരം പോയിരുന്ന് കുറച്ച് നേരം വെറുതെ ഇരുന്നു, അത്രേ ഉള്ളൂ. ആരും ഉണ്ടായിട്ടില്ല വീടിൻ്റെ അടുത്ത്. അങ്ങനെ ഇപ്പോൾ ആരും ഫ്രണ്ട്സൊന്നുമില്ല. ഫ്രണ്ട്സൊക്കെ അങ്ങ് ദൂരെയാണ്. പിന്നെ അങ്ങനെ ബോറടിച്ചപ്പോൾ വൈകുന്നേരം വീണ്ടും ചായ കുടിക്കാൻ പോയി. അങ്ങനെ മോളിയമ്മ അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ അഖില ലേഖ. ലവ് യു ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. Thank you, my dears, for watching.